ഒരു മനുഷ്യന് ഈ 10 ആയത്തുൽ കുർസി ദായിമാക്കിയാൽ എന്തൊക്കെ നേട്ടങ്ങൾ? ഫഇന്ന ഫിഹാ 10 ഖിസാലിൻ, അതിൽ 10 നേട്ടങ്ങൾ ഉണ്ട്. ഒരു നേട്ടം തൗബത്തുൻ ഖബ്ലൽ മമാതി, മരിക്കുന്നതിന് മുമ്പ് തൗബ ഉണ്ടാവും. ഒന്ന്. അള്ളാഹുവിന്റെ കോടതിയിലെത്തിയാൽ ഇവൻ എന്തില്ല? പറയാ മോനെ, ഇത് ദായിമാക്കുന്ന ആൾക്ക് അള്ളാഹുവിന്റെ കോടതിയിലെത്തിയാൽ ഇവന് തൗബയോടുകൂടിയേ മരിക്കൂ. അതിന് നേട്ടാണ്. അപ്പോൾ അവന് അടുത്ത നേട്ടം എന്താ? ഇതിന്റെ മേൽ തറത്തുപാവുന്ന അടുത്ത നേട്ടം എന്താ? അള്ളാഹുവിന്റെ കോടതിയിലെത്തിയവൻ എന്തില്ല? പറേ, ദോഷമില്ല. കാരണം തൗബയിലേ മരിച്ചിട്ടുള്ളൂ. അള്ളാഹു ഭാഗ്യം തരട്ടെ. രണ്ടാമത്തെ കാര്യം ബറക്കത്തും ഫി റിസ്ഖിഹി, റിസ്ഖിൽ ബറക്കത്തുണ്ടാവും. കുഴങ്ങൂല, ഉള്ളതുകൊണ്ട് മതിയാവും. കുഴങ്ങൂല. പൊരയിൽ വെച്ചിട്ടില്ല എന്ന് ഒരാളോട് പോയി പറയേണ്ടി വരില്ല. അരി വാങ്ങിയിട്ടില്ല എന്ന് ഒരാളോട് പറയേണ്ടി വരില്ല. മനസ്സിലായില്ലേ? ബറക്കത്തുൻ ഫി റിസ്ഖിഹി, അവന്റെ റിസ്ഖിൽ ബറക്കത്തുണ്ടാവും. രണ്ടാമത്തെ കാര്യം, മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കും ആവശ്യമുള്ളത് എന്താ? റിസ്ഖ്. അവനും അവൻ്റെ ഭാര്യക്കും കുട്ടികൾക്കും ഉമ്മാക്കും ബാപ്പാക്കും റിസ്ഖുമാണ്. അത് അവൻ്റെ കയ്യിൽ വരണം. അത് ബറക്കത്തുണ്ടാവും. വലിയ ശമ്പളമൊന്നുമില്ല, നല്ല ശമ്പളത്തിൽ എന്തുണ്ട്? ബറക്കത്തുണ്ട്, നല്ല റാഹത്തുണ്ട്. പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ദിവസത്തെ നിസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരമാണ് ഏത്? അസ്ർ. ഹാഫിളു അല സ്വലവാതി വസ്സലാത്തിൽ വുസ്ത്വാ വഖൂമു ലില്ലാഹി ഖാനിതീൻ. നിങ്ങൾ മധ്യമായ നിസ്കാരത്തെ പ്രത്യേകം സൂക്ഷിക്കണം. ഏതാ മധ്യമായ നിസ്കാരം? അസ്ർ എന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ഏറ്റവും കൂടുതൽ എന്തുകൊണ്ട്? മുനാഫിഖിന് ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം അസ്റാണ്. എന്തുകൊണ്ട്? മുനാഫിഖ് തീരെ എടുക്കാത്ത നിസ്കാരം അസ്റാണ്. മുനാഫിഖുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള നിസ്കാരം അസ്റാണ്. ഏത് കാലത്തും അങ്ങനെയാണ്. അസ്ർ നിസ്കാരത്തിനൊരു എവിടെയല്ലാത്തതാണ്. ഇപ്പൊ ളുഹ്ർ, ഒരു ലഞ്ച് ബ്രേക്കിന്റെ സമയമാണ്. ഏതൊരു ജോലിക്കാരനും അപ്പൊ ളുഹ്ർ നിസ്കരിക്കും. സുബഹി, ജോലിക്കാർ പുറപ്പെട്ടിട്ടില്ല, സുബഹി നിസ്കരിക്കും. മഗ്രിബ്, എല്ലാവരും പള്ളി പായുന്നുണ്ട്, അപ്പോൾ നമ്മളും പായും. ഇശാ, ഞാൻ പൊരി പോവുകയാണ്, ഞാൻ നിസ്കരിച്ചു പോവുക. അസ്റോ എവിടെയും വിടൂല. കമ്പനി വിടുകയാണ്. കമ്പനി വിട്ടാൽ എത്രയും പെട്ടെന്ന് പെരയിലെത്തണം വിചാരം. ഏതൊരു ജോലിയിൽ നിന്നും വിരമിക്കുന്ന നേരാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണമെന്നും ശുദ്ധീകരിക്കണമെന്നും അലക്കണമെന്നും കുളിക്കണമെന്നും ഒന്ന് വൃത്തിയാക്കണമെന്നും അങ്ങാടിപ്പോണെന്നും ഒക്കെയുള്ള നേരാണ് ആ നേരം. അതുകൊണ്ട് അതിൽ പെടൂല. ഒന്നിനും പെടാത്ത നിസ്കാരമാണ് എന്ത്? അസ്ർ. എജ്ലിസു, നീ ഇരിക്കണോന്ന് അങ്ങനെ ഇരിക്കും. ഇറക്കുബുൽ ഷംസ, ഇടക്കിടക്ക് സൂര്യനിലേക്ക് നോക്കും. അങ്ങനെ ഇരിക്കും. വർത്താനം പറഞ്ഞിരിക്കണോ അങ്ങനെ ഇരിക്കും. ഇറക്കുബുൽ ഷംസ, സൂര്യനെ നോക്കാൻ കിട്ടും. കാരണം അസ്റാടോടുകൂടെ ഇങ്ങനെ വരും സൂര്യൻ. മറ്റങ്ങനെയല്ല, സൂര്യനെ നോക്കാൻ കിട്ടൂല. ഇങ്ങനെ നോക്കിയാൽ തന്നെ സൂര്യനെ കിട്ടും. എജ്ലിസു, അസ്റായ നേരത്ത് മനുഷ്യന്മാർ വെറുതെ ഇരിക്കും. ഇർക്കുബു ഷംസ, ഇടയ്ക്കിടെ സൂര്യനെ എങ്ങനെ സൂക്ഷിച്ചു നോക്കും. പിന്നെ ഹത്താ ഇദാ ദനത്ത് ബൈന ഖർനയ ശൈത്വാൻ, പിശാചിന്റെ കൊമ്പുകൾക്കിടയിൽ അത് അസ്തമിക്കാൻ തുനിയുമ്പോൾ ഫയഖുമു, എണീക്കും. ഫയൻഖുറു അർബഅൻ, എന്നിട്ട് അവൻ 4 തവണ കുത്തും. നഖറൽ ഖുറാബി, കാക്ക കുത്തുന്നത് പോലെ. ലത്മഅന്ന ഫിഹാ, അതിൽ തുമഇനത്തുമില്ല, വലാ ഖശഅൻ, ഖുശൂഉമില്ല. ഇതേ നമസ്കാരം. സൂര്യൻ പിശാചിന്റെ കൊമ്പുകൾക്കിടയിൽ അസ്തമിക്കാൻ തുനിയുമ്പോൾ എന്നൊക്കെ പറയുന്ന നിസ്കാരം ഏതാ? അസ്ർ. മനസ്സിലായില്ലേ? ചിന്തിക്ക്. മദീനക്കാർ പൊതുവെ ഒട്ടകപ്പാല് കൊണ്ട് ജീവിക്കുന്നവരാണ്. ഒട്ടകത്തെ കറക്കാൻ 2 സമയമാണ്. ഒന്ന് രാവിലെയും ഒന്ന് വൈകുന്നേരവും. രാവിലെ സുബഹി നിസ്കരിച്ചാൽ തന്നെ വിശാലമായ സമയമുണ്ട്. പിന്നെ രണ്ടാമത്തെ കറവാണ് എപ്പോ? അസ്റിന്റെ നേരത്ത്. അപ്പോൾ ഒട്ടകത്തിന്മേൽ മെനക്കെടും. ഒരാൾക്ക് 8-10 ഒട്ടകം ഉണ്ടാവും, 20 ഉള്ളവരുണ്ടാവും. അപ്പൊ അടിമയെ ശ്രദ്ധിക്കണം. ഈ ഒട്ടകപ്പാല് വിൽക്കും, അങ്ങനെ ജീവിക്കും. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അടിമ പൂർണ്ണമായി കറന്നെടുക്കൂല. കറന്ന പാലിനെ അവൻ മോന്തി കുടിക്കും, അല്ലെങ്കിൽ അവൻ ഒഴിവാക്കും. സൂക്ഷിച്ചില്ലെങ്കിൽ ഒട്ടകം തട്ടുമ്പോൾ പാത്രം അടക്കം എറിയപ്പെടും. അപ്പോൾ യജമാനൻ ഒട്ടകത്തിന്റെ കൂടെ നിന്നു കൊടുക്കും. ഏത് നേരത്ത്? അസ്ർ. മനസ്സിലായില്ലേ?
അപ്പൊ ഈ ഒട്ടകപ്പാല് ഒട്ടകത്തിനെ അറക്കുക, ഒട്ടകത്തിനെ കറക്കുക, ഇതിന്റെയൊക്കെ ഒരു നേരാണ് ആ നേരം. അതുകൊണ്ട് അതുമേൽ വ്യാപൃതരാവും. അല്ലെങ്കിൽ മരച്ചോട്ടിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന സമയമാണത്. അങ്ങനെ ഇരിക്കാം ആയിട്ടില്ലല്ലോ. ഏതെങ്കിലും ഈത്തപ്പനയുടെ മുരട്ടിൽ 4 സൊറപറയന്മാര് ഒരുമിച്ച് കൂടാവുന്ന സമയമാണ് അസർ. ചിലപ്പോൾ അവർ തോട്ടത്തിൽ പണിയെടുക്കായിരിക്കും. ആ പണിയെടുക്കുന്ന വേളയിൽ അസർ വരും. അപ്പൊ പിന്നെ അങ്ങനെ ഇരിക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ട് പിന്നെ ഈമാൻ ഉണ്ടെങ്കിൽ മാത്രമേ അയിമ പെട്ടെന്ന് അത് ചെയ്യുള്ളൂ. മഗ്‌രിബിന് ആരും ഓടും? അങ്ങാടിയിൽ എല്ലാവരും ഓടുന്നപ്പോൾ ഞാൻ ഓടി. ഇശായെ വീട്ടിൽ പോകാനുള്ള നേരമാണ്. അപ്പോൾ ഒരു മനുഷ്യന് ഏറ്റവും പ്രയാസമുള്ള സമയമാണ് ഏത്? അസർ നിസ്കാരം. അതുകൊണ്ടാണ് അസർ നിസ്കാരം എന്ന് പറഞ്ഞാൽ അതൊരു പ്രധാനപ്പെട്ട നിസ്കാരമാണ്. ഹഫ്ളു അല സ്വലവാതി വസ്സലാത്തിൽ വുസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ. എല്ലാ നിസ്കാരവും സൂക്ഷിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട മധ്യമായ നിസ്കാരവും അത് അസ്റാണ്. സൂക്ഷിക്കുക എന്ന്. അസറിന്റെ സമയം 2. അസറിന്റെ അദ്കാറുകൾക്ക് തന്നെ പ്രാധാന്യമുണ്ട്. അസറും മനുഷ്യനും തമ്മിൽ വലിയ ബന്ധമുണ്ട്. മനുഷ്യന്റെ പിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഖുലിഖ വഖ്തൽ അസ്രി, അസ്റിന്റെ സമയത്താണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ശ്രദ്ധിക്കുക. മനസ്സിലായില്ലേ? സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പഠിച്ചത് അസറിന്റെ നേരാണ്. അപ്പൊ മനുഷ്യനുമായി ഏറ്റവും ബന്ധമുള്ള സമയമാണ് അസർ. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അള്ളാഹുവിലേക്ക് പൊറുക്കലിനെ തേടിയാൽ പൊറുക്കലിനെ തേടുമ്പോൾ ആളുകൾക്ക് പ്രത്യേക പരിഗണനയുള്ള സമയം അസ്റാണ്. വേറെയുള്ള സമയം പൊറുക്കലിനെ തേടി കൂടെ തേടാം. പക്ഷെ അസ്റിന്റെ സമയത്ത് പൊറുക്കലിനെ തേടും. മുനാഫിക്ക് കളിച്ച് നടക്കുന്ന നേരം, മുനാഫിക്ക് അള്ളാഹിനെ ശ്രദ്ധിക്കാത്ത നേരത്ത് മുഅ്മിനീങ്ങൾ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ട്. ഞങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. പണ്ടേ നമ്മുടെ നാട്ടിൽ അസറിന്റെ നേരത്തുള്ള ദിക്ർ ഉണ്ടല്ലോ. അസർ അവസാനിക്കുന്ന നേരത്തെ 1/2 മണിക്കൂർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. 1/2 മണിക്കൂർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. അതേതാ നേരം? വഖ്തുൽ അസ്ർ. നേരാണ്. ഇപ്പൊ നമ്മൾ നോമ്പുകാരാണ്. ഏറ്റവും നോമ്പുകാരൻ ദ്വാരക്കേണ്ട നേരേതാ? അസ്ർ. ഇന്നലെ അസ്റിന്റെ നേരത്ത് അസ്ർ അവസാനിക്കുമ്പോൾ ദ്വാരന്നവർക്ക് കൈ പൊക്കാം. അൽഹംദുലില്ലാഹ്. മനസ്സിലായില്ലേ? ചിന്തിക്കാൻ അസ്ർ ഒരു പ്രധാന സമയമാണ്. എന്തുകൊണ്ട്? ബാപ്പയായ ആദം അലൈഹിസ്സലാം ബഹുമാനപ്പെട്ടവരെ അല്ലാഹു തആല പടച്ചത് ആ നേരത്താണ്. വീണ്ടും ഉണ്ട്. കുല്ലുബ്നി ആദമ ഖത്വാഊൻ വഖൈറുൽ ഖത്വാഈന അത്തവ്വാബൂൻ. ആദം നബിയുടെ മക്കളെല്ലാം ദോഷം ചെയ്യും. അങ്ങനെയാണ്. നസി ആദം നബി മറന്നിട്ടുണ്ട്. ആ പഴത്തിലേക്ക് അടുക്കരുത് എന്ന വാക്ക് ആര് മറന്നുപോയി? അതിനെ മറന്നുപോയി. നസി ആദം മറന്നു. അപ്പോൾ ആരും മറക്കും? മക്കൾ മറക്കും. മനസ്സിലായില്ലേ? അങ്ങനെയാണ്. കുല്ലുബ്നി ആദമ ഖത്വാഊൻ. ആദം നബിയുടെ മക്കളെല്ലാം ദോഷം ചെയ്യും. ഭൂമിയിൽ വരുന്നതിന് മുമ്പല്ല, ഭൂമിയിൽ വന്നിട്ട് എന്തെങ്കിലും തെറ്റുണ്ടാവും. എന്തുകൊണ്ട്? മറക്കും. മനസ്സിലായില്ലേ? വഖൈറുൽ ഖത്വാഈന അത്തവ്വാബൂൻ. തെറ്റ് ചെയ്ത ആളുകളിൽ ഏറ്റവും നല്ല ആരാ? തൗബ ചെയ്യുന്നവര്. തൗബ ചെയ്യാൻ പഴയ കാലം മുതൽ ഉപയോഗിച്ചിരുന്ന നേരേതാ? അസ്ർ. സ്വാലിഹ്യങ്ങളൊക്കെ അസ്റിന് കരയും. എന്തുകൊണ്ട്? റബ്ബേ, ഒരു ദിവസം കഴിഞ്ഞു പോയി, ഞാൻ അടുത്ത മഗ്‌രിബ് വരും, അടുത്ത ദിവസത്തിലേക്ക് കിടക്കുന്നു, എൻ്റെ ഒരു ദിവസം കഴിഞ്ഞു, എൻ്റെ ദോഷം കൂടി. മസ്ദാദ യഖീനൻ മസ്ദാദ അമലുൻ. ഒരു അമൽ കൂടിയിട്ടില്ല, ഒരു നന്മ കൂടിയിട്ടില്ല, തിന്മ ധാരാളം കൂടിക്കഴിഞ്ഞു. അപ്പോൾ കരിയും.
ഹസൻ അൽ ബസ്രി റളിയല്ലാഹു അൻഹു മഖ്ബറയിൽ ഞാൻ പോയിട്ടുണ്ട്. ബസ്രയിലാണ്. എൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ കരയാത്തൊരു വൈകുന്നേരവും കഴിഞ്ഞു പോയിട്ടില്ല. അല്ലാ, എല്ലാ വൈകുന്നേരത്തും ഞാൻ കരയും. അല്ലാ, എൻ്റെ ഒരു ദിവസം കഴിഞ്ഞല്ലോ. അല്ലാ, ഒരു അമലും നിനക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരൊക്കെ വേദനിക്കും. അതുകൊണ്ടാണ് ഏറ്റവും ഇസ്തിഗ്ഫാർ ചെയ്ത ആളും ആദം നബി തന്നെയാണ്. മനസ്സിലായില്ലേ? ആദം നബിയുടെ സമയം ഏതാ? അസ്ർ. അതുകൊണ്ട് നമ്മളെ സമയം ഏതാ? അസ്ർ. മുഅ്മിനീങ്ങളുടെ സമയം അസ്റാണ്. തഹജ്ജുദ് 2 നേരമാണ്, 1 നേരം അസ്റാണ്. തഹജ്ജുദല്ല, തഹജ്ജുദ് ഉണ്ട്, ഓക്കെ. തഹജ്ജുദ് നേരെ, തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഉറങ്ങിയവന് ഒരു ഉറക്കം കഴിഞ്ഞാൽ എണീക്കാൻ എളുപ്പമുണ്ട്. അതേ സമയത്ത് അസ്ർ അങ്ങനെയല്ല. അസ്ർ ഒരുപാട് പ്രശ്നമുണ്ടാവും. അസ്റിന് നമ്മളൊന്ന് ഇരുന്നൊരു ദ്വാരക്കണെങ്കിൽ ഭാര്യ പറയും, എന്താ മറ്റേ സാധനം കിട്ടിയിട്ടില്ല, അത് കിട്ടില്ല, അവർ ഭക്ഷണം ഉണ്ടാക്കുന്ന നേരമാണ്, അപ്പോഴാണ് പല സാധനം വീട്ടിലില്ല എന്നവരറിയാം. നിങ്ങൾ ഇങ്ങനെ ദ്വാരന്ന് ഇരുന്നോളി, പീടിയപ്പടക്കും. വേറൊരു ഇബ്ലീസും പരിയിൽ വരേണ്ട ആവശ്യമില്ല. സ്വന്തം ഭാര്യൻ്റെ തലയിൽ ഇബ്ലീസ് കയറിയപ്പോൾ തന്നെ മതി. നാളെ രാവിലെയൊക്കെ കുട്ടികൾക്ക് മദ്രസയിൽ പറഞ്ഞേക്കാൻ പോകുന്നത്, അപ്പം അച്ഛസാരിയും ചായക്കൊരു ബിസ്ക്കറ്റോ ഒന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ പിന്നെ ഇരിക്കും. കുട്ടികളെ മദ്രസയിൽ പോകുമ്പോൾ ഒരു ബിസ്ക്കറ്റ് ഇല്ലാന്ന് വരെ പറഞ്ഞിട്ട് പിന്നെ ഇരിക്കണമല്ലോ ഒരു മനുഷ്യൻ. നിങ്ങൾക്കുള്ള മനുഷ്യ ആ പാവപ്പെട്ട കുട്ടികളെ ഞാൻ മദ്രസയിൽ പറഞ്ഞേക്കാൻ എന്ത് കൊടുക്കും? അവസാനം ഈ പ്രാക്ക് കേട്ടിട്ട് നമ്മൾ അന്നത്തെ ദിവസം മുടങ്ങി. ഒരു പണിക്കാരോ ജോലിക്കാരോ, ഇനി ജോലിക്കാരുള്ള വീട്ടിൽ തന്നെ ആരും ഇല്ലാത്ത നേരമാണ് ഞാൻ മഗ്‌രിബോടെ അടുക്കുന്ന നേരം ഓരോ വീട്ടിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇയാൾ തന്നെ പോകണം. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അസ്ർ ഒരു പ്രധാനം. ഇപ്പം നോമ്പുകാരാണ്. നോമ്പിൻ്റെ സമയത്ത് എപ്പോഴാണ് ദുആ ചെയ്യേണ്ടത്? മഗ്‌രിബിന് തൊട്ട് മുമ്പ്. കാരക്ക മുന്നിൽ വെച്ചിരിക്കുന്ന നേരം അങ്ങോട്ട് കേട്ടാൽ കര കഴിക്കും. അതുവരെ ദ്വാരക്ക. എന്താ ദ്വാരക്കേണ്ടത്? എന്തു ദ്വാരക്ക? ബിഗൈരി ഇസ്മിൻ ലൈസ ഹുവ ഇസ്മൻ. അത് ഇസ്മല്ല, കുറ്റമല്ല. അങ്ങനെ തൊക്കെ ദ്വാരക്ക, കുറ്റമല്ല, തൊക്കെ ദ്വാ ചെയ്യാം. മനസ്സിലായില്ലേ? ചിന്തിക്കണം. നല്ല സമയമാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത 4 ഔറാദുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിരുദ് വെള്ളിയാഴ്ച അസ്റിന് ശേഷം ഖാസായ വിരുദാണ്. എന്തുകൊണ്ട്? അത് അഫ്ളലു ഔഖാത്തിൽ ഉസ്ബൂഇ, ഒരാഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം വെള്ളിയാഴ്ച അസ്റിന് ശേഷം സമയമാണ് എന്ന് മാത്രവുമല്ല, പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു, അപ്പോൾ ആ സമയത്ത് തിജാനികളൊക്കെ ഒരുമിച്ച് കൂടും, ദുആ ചെയ്യും. ഇന്നലെ നടന്നിട്ടുണ്ട്. ചിന്തിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രധാനപ്പെട്ട സമയമാണ് അസ്റിന് ഒരുമിച്ച് കൂടുക, വെള്ളിയാഴ്ച പ്രത്യേകിച്ച്. ഒരിക്കൽ ഹബീബിനോട് ചോദിച്ചു, നബിയെ, ജുമുഅ ദിവസത്തിന് ഒരു സമയമുണ്ട്, ലാ യസ്അലുല്ലാഹ ഫീഹാ അബ്ദുൻ മുസ്ലിമുൻ ഇല്ലാ അജാബഹു. ആ ഒരു സമയത്ത് ആര് ചോദിച്ചാലും ഉത്തരം ഉറപ്പാണെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, നബി അതേതാണ്? ഹബീബായ നബി പറഞ്ഞു, ഫൽതമിസൂ ഫീ ആഖിരി സഅതി മിനൻ നഹാർ, പകലിൻ്റെ അവസാനത്തെ ഭാഗത്ത് അത് അന്വേഷിക്കുക. പകലിൻ്റെ അവസാന ഭാഗം ഏതാ? അസ്ർ. ഖൈറു യൗമിൻ തലഅത് ഫീ ശംസി യൗമുൽ ജുമുഅ, ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഏതാ? വെള്ളിയാഴ്ച. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അസ്ർ ഏതാ? വെള്ളിയാഴ്ച. അസ്ർ വൃത്തക്കളേ ചെയ്യുന്നത്. അസ്ർ ദുആ ചെയ്താൽ ജീവിതം മുന്നോട്ട് ഭംഗിയായി പോകും. മഗ്‌രിബിന് തൊട്ട് മുതൽ ചെയ്യാം. റബ്ബേ, എൻ്റെ കാര്യങ്ങളൊക്കെ കടാണ്, ഒക്കെ നീ റാഹത്താക്കി തരണം, റാഹത്തായിരിക്കും. ഞാൻ പണ്ടേ പറയാറുണ്ട്, അസ്ർ വൃത്തക്കളരുത്. റമളാൻ അല്ലെങ്കിലും റമളാൻ ഇപ്പോൾ നല്ല സുഖമാണ്. എന്തുകൊണ്ട്? നമ്മൾ നോമ്പുറക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന നേരം ഭാര്യയും മക്കളും എല്ലാവരും ഉണ്ട്, ഉമ്മണ്ട്, വാപ്പണ്ട്. ഇനി അവരില്ല, അവർക്ക് ഈ അറിവ് കിട്ടിയിട്ടുണ്ടാവില്ല. നമുക്കൊക്കെ ഈ അറിവ് കിട്ടി. ഇപ്പൊ ഉമ്മയോട് വാപ്പയോട് ചിലപ്പോൾ പറഞ്ഞാൽ ഉമ്മ ചിലപ്പോൾ കൂടും, ചിലപ്പോൾ വാപ്പ കൂടൂല. ഇതിൽ പുതിയൊരു അറിവും കൊണ്ട് വന്നാണല്ലോ എന്ന്. എന്നാ നീ മതി. വാപ്പക്ക് അറിവില്ലാത്തതുകൊണ്ടാണ് വാപ്പാനെ കൂട്ടിയിട്ട് വരുന്നതാ. ഇതെന്ത് ചെയ്യുക? നോമ്പുറക്കാൻ ഇരിക്കുമ്പോൾ ദുആ ചെയ്യുക, ഒരു ഫാത്തിഹ ഇടുക. ഫാത്തിഹ ഒന്നും നേരം കിട്ടിയില്ല, എവിടുന്നോ ഓടിക്കളിച്ച് വന്നപ്പോഴത്തേന് 2 മിനിറ്റേ ബാക്കിയുള്ളൂ. അല്ലാന്നറിയാം, അത് മതി. ബാക്കിയുള്ള കുട്ടികൾ ആമീൻ പറയാം.
നമ്മൾ ഒരു വീടും മഗ്‌രിബിന് മുമ്പ് ദുആ ചെയ്യാതെ വീടുണ്ടാക്കരുത്. മറ്റു പേടിയും പേടിക്കണ്ട. മഗ്‌രിബിന് ദുആ ചെയ്താൽ ആ മനുഷ്യൻ പ്രയാസം ഉണ്ടാവില്ല, ഉണ്ടാകുകയില്ല. രോഗം വന്ന് രോഗം റബ്ബിന്റെ ഖളാ ആണ്. പക്ഷെ അതും പരിഹരിച്ച് സഹിച്ച് പോകാൻ അവന് കഴിയുന്നൊരവസ്ഥ ഉണ്ട്. രോഗം ഖൈറാണ്. അള്ളാഹുവിന്റെ കോടതിയിലെത്തിയാൽ രോഗികൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന കൂലി കാണുമ്പോൾ സ്വഹിയായ ആരോഗ്യത്തോടെ ജീവിച്ച ആളുകൾ ലൗ ഖുരിനാ ബിൽ മഖാരിളി, കത്രികകൾ കൊണ്ടുവന്ന് ഞങ്ങളെ കഷ്ണിച്ച് മുറിക്കുന്ന രോഗം ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മഹ്ശറിൽ വെച്ച് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ രോഗം ഒരു ഖൈറാണ് നാളെ. പക്ഷേ ഇവിടെ രോഗത്തിൽ ക്ഷമിക്കാൻ കഴിയണം. ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരീളൻ ഫറആഹു യൽഅനു ദാഅ ഫഖാല ലഹു സബറ. മനസ്സിലായില്ലേ? ഒരു രോഗിയെ റസൂലുള്ളാഹി സന്ദർശിച്ചു. ഫറആഹു യൽഅനു ദാഅ, അയാൾ ആ രോഗത്തെ ശപിക്കുന്നത് കണ്ടു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അയാൾ ക്ഷമിച്ചിരുന്നെങ്കിൽ പരലോകത്ത് എത്ര വലിയ വിജയമായിരുന്നു. അള്ളാഹു തന്നതിന് അപ്പോൾ ക്ഷമിക്കാൻ കഴിയണം. രോഗമുണ്ട്, പക്ഷെ ക്ഷമിക്കാൻ ആര് കഴിവന്നു? അള്ളാഹു. ചില രോഗം ക്ഷമിക്കാൻ കഴിയില്ല. ക്ഷമിക്കാനുള്ള കഴിവ് അള്ളാഹു എന്നാ മതി. രോഗം ഒഴിവാക്കി തരണമെന്ന് റബ്ബിനോട് ദുആ ചെയ്തപ്പോൾ റബ്ബ് ആ രോഗം നിനക്ക് അനിവാര്യമാണ്. അപ്പൊ റബ്ബ് എന്ത് തന്നു? ക്ഷമിക്കാനുള്ള കഴിവന്നു. ചിലർക്ക് പട്ടിണി കൊടുത്തു, ചിലർക്ക് ഭക്ഷണം കൊടുത്തു. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് പട്ടിണി സഹിക്കാൻ കഴിയും. ആരോടും അവർ ചോദിക്കൂല. നമുക്ക് അല്ലാഹു തആല ഭക്ഷണം തന്നു, ഇല്ലെങ്കിൽ ഇസ്ലാമിനെ മാനം കൊടുത്തു, കണ്ടവരോടൊക്കെ ചോദിക്കും. അപ്പൊ അവർക്ക് എന്തുണ്ടായി? അത് മതിയല്ലോ. അപ്പൊ ഈ അസറിനെ പറ്റിയാ പറഞ്ഞ, അസർ ഏറ്റവും പ്രധാനപ്പെട്ട സമയം. അസർ പോലൊരു പ്രധാനപ്പെട്ട സമയം ഇല്ല. അപ്പൊ എന്ത് ചെയ്യാ? അസറിന്റെ നേരത്തെ അസർ നിസ്കാരം കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കുക. എന്നിട്ട് അവൻ ഫൽ യഖ്റ 10 മററാത്തിൻ, ആയത്തുൽ കുർസി അവൻ 10 തവണ ഓതുക. ഖബ്ല അൻ യഖൂമ മിൻ മുസല്ലാഹു, നിസ്കരിച്ചവരിൽ നിന്ന് എണീക്കുന്നതിന് മുമ്പേ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ല, ഖിബ്ലയിലേക്ക് മുന്നിട്ടുകൊണ്ട്. ഒരാൾ ഖിബ്ലയിലേക്ക് മുന്നിട്ട് ഇരിക്കുക. എന്നിട്ട് അവൻ എന്ത് ചെയ്യുക? 10 തവണ ആയത്തുൽ കുർസി ഓതുക. ഇന്ന് മുതൽ പതിവാക്കുക. എന്താണ് ആ 10 ആയത്തുൽ കുർസിയുടെ നേട്ടം? ചിന്തിക്ക്. ബഹുമാനപ്പെട്ട അലി ഈസ തമാസീനി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അങ്ങനെ റിപ്പോർട്ടുണ്ട്. അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹുവിൽ നിന്നും അങ്ങനെ റിപ്പോർട്ടുണ്ട്. വേറെ മഹാന്മാർ അങ്ങനെ രേഖപ്പെടുത്തിയതായി കണ്ടിട്ടുണ്ട്. 10 ആയത്തുൽ കുർസി. എന്താണ് ആ 10 ആയത്തുൽ കുർസിയുടെ നേട്ടങ്ങൾ? 10 മററാത്തിൻ, 10 തവണ ആയത്തുൽ കുർസി. സാധാരണ ആയത്തുൽ കുർസിന്റെ പുറമെ ഇരുന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഇരുന്നിട്ട് ഒരു ആയത്തുൽ കുർസി നമ്മൾ സാധാരണ ഓതുമല്ലോ, അതിൻ്റെ പുറമെ 10 ആയത്തുൽ കുർസി എന്നും. എന്താ നേട്ടങ്ങൾ പറഞ്ഞത്? ഖബ്ല അൻ യഖൂമ മിൻ മഖാമിഹി, അവൻ ഇരിക്കുന്നിടത്ത് നിന്ന് എണീറ്റുന്നതിന് മുമ്പ് 10 ആയത്തുൽ കുർസി ഓതുക. ഫഇന്ന ഫിഹാ 10 ഖിസാലിൻ, അതിൽ 10 നേട്ടങ്ങൾ ഉണ്ട്. അത് ദായിമാക്കിയ 10 നേട്ടമുണ്ട്. 10 നേട്ടം, ഒരു നേട്ടമല്ല, 10 നേട്ടം. മനസ്സിലായില്ലേ? അത് ദായിമാക്കിയ 10 നേട്ടം ഉണ്ടാവും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. 1, തൗബത്തുൻ ഖബ്ലൽ മമാത്തി, തൗബ ഇല്ലാതെ മരിക്കൂല. തൗബയിലേ മരിക്കൂ. അതായത് ഫുജിഅത്തുൽ മൗത്ത് ഉണ്ടാവില്ല, നടക്കണില്ല, വീണ് മരിക്കലുണ്ടാവില്ല. അപ്പൊ എന്തിന് നേരം കിട്ടിയില്ല? തൗബക്ക് നേരം കിട്ടില്ല, ഉണ്ടാവില്ല. മനസ്സിലായില്ല? തൗബ നടക്കും. ഉദാഹരണം പറയാം, തൗബ ചെയ്തു ഇറങ്ങിപ്പോണ പോക്കിൽ അല്പം വയ്ക്കും. എന്നാലും എന്തുണ്ടായി? തൗബ ഉണ്ടായി. ചില രോഗങ്ങൾ നന്നാവും എന്നറിയാൻ കാരണം എന്താ? 10 കൊല്ലം കൊണ്ട് ഈ ദോഷമൊക്കെ തീർന്നു. തൗബ കരിഞ്ഞു. ഞാൻ ചെയ്ത കുറ്റമാണ് പടച്ചോനെ എന്ന് തോന്നി. കുറ്റമൊന്നല്ല, റബ്ബിന്റെ ഖളാണ്. എന്നാലും എൻ്റെ കുറ്റം കൊണ്ടാണ്. അപ്പോൾ കുറ്റത്തിൽ നിന്ന് കരിഞ്ഞ് ഏതോ ഒരാളോടൊരു വഴക്കിട്ടിട്ടുണ്ട്. അയാളോട് മാപ്പ് പറയാൻ കഴിഞ്ഞിട്ടില്ല. അയാളെ മക്കളെ പറഞ്ഞയച്ച് കാറ് വെച്ച് വരുത്തി അയാളോട് മാപ്പ് പറഞ്ഞു. അയാൾ ഇങ്ങോട്ട് വരൂല പറഞ്ഞപ്പോൾ ആംബുലൻസ് വിളിച്ച് പോയി അയാളടുത്ത് അങ്ങോട്ട് മാപ്പ് പറഞ്ഞു. എന്തുകൊണ്ട്? എനിക്കിനി ഒന്നും ബാക്കി ഉണ്ടാവാൻ പാടില്ല.
ഒരു മനുഷ്യൻ ഇത് ദായിമാക്കുന്ന ഒരാൾക്ക് തൗബ ഇല്ലാത്തൊരു മരണം ഉണ്ടാവില്ല. അപ്പോൾ തൗബ ഉണ്ടായി കഴിഞ്ഞാൽ അത്തായിബു മിനൽ ദംബി കമൻ ലാ ദംബ ലഹു. ഇപ്പൊ അള്ളാന്റെ കോടതിയിൽ ഇവൻ എന്തില്ല, കുറ്റല്ല. ഒരാൾ തൗബയിൽ മരിച്ചാൽ എന്തില്ല, കുറ്റം. നമ്മൾ അവസാനത്തെ കർമ്മം തൗബയായാൽ പിന്നെ എന്തില്ല, എന്താണ് ഉറങ്ങണ്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അല്ല തൗബ ചെയ്തിരിക്കണ്. തൗബ ചെയ്തിട്ടേ മരിച്ചിട്ടുള്ളൂ. മരിക്കണം എന്തുണ്ട്, തൗബ ഉണ്ട്. തൗബയിലുള്ള ഗുണം എന്താ? അത്തായിബു മിനൽ ദംബി കമൻ ലാ ദംബ ലഹു. ദോഷത്തിന് ഒരാൾ തൗബ ചെയ്താൽ അവന് ദോഷമില്ല. അപ്പൊ അള്ളാഹുവിന്റെ കോടതിയിൽ എത്തിയപ്പോൾ എന്തില്ല, ദോഷമില്ല. എന്തുകൊണ്ട്? തൗബയിലാ മരിച്ചത്. തൗബ ചെയ്തിട്ട് പിന്നെ ജീവിക്കേണ്ടി വന്നില്ല, തൗബ ചെയ്തു മരിച്ചു. നിസ്കാരത്തിൽ മരിച്ചവരുണ്ട്, നിസ്കാരം കഴിഞ്ഞ് മരിച്ചവരുണ്ട്. നിസ്കാരത്തിന് മുമ്പ് തൗബ ചെയ്യും, നിസ്കാരം കഴിഞ്ഞിട്ട് വേഗം തൗബ ചെയ്യും. ഒരു മജ്‌ലിസ് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ മരിച്ചു. എത്രയോ സ്വാലിഹ്യങ്ങൾ സുജൂദിൽ കിടന്ന് മരിച്ചു. എങ്ങനെയാണ് മരിക്കല്? അത്തഹിയ്യാത്തിൽ പറഞ്ഞല്ലോ, അല്ലാഹുമ്മ റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി. ഇതൊക്കെ നമ്മൾ അത്തഹിയ്യാത്തിലല്ല, എന്താ പറയാ, സുജൂദിന്റെ ഇടയിൽ റബ്ബി ഗ്ഫിർലി റബ്ബി ഗ്ഫിർലി മനസ്സറിഞ്ഞ് പറഞ്ഞാൽ മതിയല്ലോ. റബ്ബി ഗ്ഫിർലി സകല ദോഷമുള്ള ഉത്തര പുറത്തു കൊടുക്കും. അത് കഴിഞ്ഞ് സുജൂദ് ചെയ്തു, സുജൂദ് മരിച്ചു. അപ്പൊ അവസാനത്തെ കർമ്മ ഏതാ? തൗബ. നിലനിൽക്കുന്ന കർമ്മ ഏതാ? സുജൂദ്. അങ്ങനെ മരിക്കും. ഈ റബ്ബി ഗ്ഫിർലി മനസ്സറിഞ്ഞ് പറഞ്ഞാൽ മതിയല്ലോ. നിസ്കാരത്തിൽ നിന്നപ്പോൾ തന്നെ തോന്നിക്കണേ എന്തോ എനിക്ക് സുഖമില്ല. പിന്നെ ഓരോ അമലുകളും എങ്ങനെ ചെയ്തു, മനസ്സറിഞ്ഞ് ചെയ്തു. റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി ഒക്കെ മനസ്സറിഞ്ഞ് പറഞ്ഞു. പിന്നെ സുജൂദ് കടന്നു, എണീച്ചില്ല, മരിച്ചു. അപ്പൊ അവസാനം തൊട്ടുമുമ്പുള്ള കർമ്മം തൗബ, ഇപ്പോഴത്തെ കർമ്മം ഇതാ സുജൂദ്. എങ്ങനെ ഇത്ര ആൾ മരിച്ചു അല്ലേ? ചിന്തിച്ചു നോക്ക്. അപ്പൊ ഒരു മനുഷ്യന് ഈ 10 ആയത്തുൽ കുർസി ദായിമാക്കിയാൽ എന്തൊക്കെ നേട്ടങ്ങൾ? ഫഇന്ന ഫിഹാ അശ്റത ഖിസാലിൻ, അതിൽ 10 നേട്ടങ്ങൾ ഉണ്ട്. ഒരു നേട്ടം തൗബത്തുൻ ഖബ്ലൽ മമാതി, മരിക്കുന്നതിന് മുമ്പ് തൗബ ഉണ്ടാവും. 1. അള്ളാഹുവിന്റെ കോടതിയിൽ എത്തിയാൽ ഇവൻ എന്തില്ല? പറയാ മോനെ, ഇത് ദായിമാക്കുന്ന ആൾക്ക് അള്ളാഹുവിന്റെ കോടതിയിൽ എത്തിയാൽ ഇവന് തൗബയോടുകൂടിയേ മരിക്കൂ. അതിന്റെ നേട്ടാണ്. അപ്പോൾ അവന് അടുത്ത നേട്ടം എന്താ? ഇതിന്റെ മേൽ തറത്തുപാവുന്ന അടുത്ത നേട്ടം എന്താ? അള്ളാഹുവിന്റെ കോടതിയിൽ എത്തിയവൻ എന്തില്ല? പറേ, ദോഷമില്ല. കാരണം തൗബയിലേ മരിച്ചിട്ടുള്ളൂ. അല്ലാഹു ഭാഗ്യം തരട്ടെ. 2ാമത്തെ കാര്യം ബറക്കത്തും ഫി റിസ്ഖിഹി, റിസ്ഖിൽ ബറക്കത്തുണ്ടാവും. കുഴങ്ങൂല, ഉള്ളത് കൊണ്ട് മതിയാവും. കുഴങ്ങൂല. പുരയിൽ വെച്ചിട്ടില്ല എന്ന് ഒരാളോട് പോയി പറയേണ്ടി വരില്ല. അരി വാങ്ങിയിട്ടില്ല എന്ന് ഒരാളോട് പറയേണ്ടി വരില്ല. മനസ്സിലായില്ലേ? ബറക്കത്തുൻ ഫി റിസ്ഖിഹി, അവന്റെ റിസ്ഖിൽ ബറക്കത്ത് ഉണ്ടാവും. 2ാമത്തെ കാര്യം, മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കും ആവശ്യമുള്ളത് എന്താ? റിസ്ഖ്. അവനും അവൻ്റെ ഭാര്യക്കും കുട്ടികൾക്കും ഉമ്മാക്കും ബാപ്പാക്കും റിസ്ഖ് വേണം. അത് അവൻ്റെ കയ്യിൽ വരണം. അത് ബറക്കത്തുണ്ടാവും. വലിയ ശമ്പളമൊന്നുമില്ല, നല്ല ശമ്പളത്തിൽ എന്തുണ്ട്? ബറക്കത്തുണ്ട്, നല്ല റാഹത്തുണ്ട്. അത് 30-ാം തീയതി തികയുമ്പോഴും കുറച്ച് പൈസ ബാക്കിയുണ്ട്. 1-ാം തീയതി നല്ല ശമ്പളം കിട്ടുകയും ചെയ്യും. ചിലപ്പോൾ വലിയ ശമ്പളക്കാരൻ പല കയ്യിൽ കടം വാങ്ങും. എൻ്റെ കയ്യിലുണ്ട്. എന്തുകൊണ്ടുണ്ട്? ബറക്കത്തുണ്ട്. ബറക്കത്തുൻ ഫീ റിസ്ഖിഹി എന്ന്. 2ാമത്തെ കാര്യം 3 സലാമത്തുൻ ഫീ ബദനിഹി, അവന്റെ ശരീരത്തിൽ അല്ലാഹു തആല രക്ഷ കൊടുക്കും. അവന്റെ ശരീരത്തിൽ രക്ഷ കൊടുക്കുന്നതാണ്, രോഗം ഉണ്ടാവില്ല എന്നല്ല. അവന് ചെയ്യാനുള്ള കാര്യങ്ങൾ അവന് ചെയ്യാൻ കഴിയും. സലാമത്തുൻ ഫീ ബദനിഹി, അവന്റെ ശരീരത്തിൽ രക്ഷ അല്ലാഹു തആല കൊടുക്കും. എപ്പോഴും ദ്വാരക്കേണ്ട ഒരു കാര്യമുണ്ട്. പഠിച്ചോനെ, മണ്ണ് താഴെ നെറ്റി വെച്ച് സുജൂദ് ചെയ്യണം. എനിക്ക് എന്നും ദ്വാരക്കണം. ഒരാൾ കസേരയിൽ നിന്ന് നിസ്കരിക്കുന്നത് കണ്ടാൽ നിങ്ങൾ ഉടനെ അള്ളാഹുവിനോട് ദ്വാരക്കണം. ഈ അവസ്ഥ എനിക്ക് വരുത്തരുത്. ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യക്കേട് കസേരയിൽ നിന്ന് നിസ്കരിക്കുക. അതിൻ്റെ ഫിഖ് അല്ലപ്പ ഞാൻ പറയുന്നത്. ഫിഖ് അനുസരിച്ച് പല നല്ലൊരു ശതമാനം 90% കസേരയിൽ നിന്ന് നിസ്കരിക്കുന്നവരുടെ നിസ്കാരം ഫിഖ് അനുസരിച്ച് പോക്കാണ്. അവരെ നിസ്കാരം അല്ലാഹു തആല സ്വീകരിക്കുന്ന കാര്യം അല്ലാഹു അഅലം. അപ്പൊ നോക്കൂ, നിങ്ങൾ മനസ്സിലായില്ലേ? വസലാമത്തുൻ ഫീ ബദനിഹി, അവന്റെ ശരീരത്തിൽ അല്ലാഹു തആല രക്ഷ കൊടുക്കും. അവന് നടക്കേണ്ട കാര്യം സ്വന്തം തടി കൊണ്ട് അല്ലാഹു തആല നടത്തി കൊടുക്കുന്നുണ്ട്. രോഗമുണ്ട്, എന്നാൽ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അതും കിട്ടും. 3 അല്ലേ? 3 പറഞ്ഞ് 4. വമഹബ്ബത്തുൻ ഫീ ഖുലൂബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ ആളുകളുടെ മനസ്സിലെല്ലാം നിന്നെ പറ്റി ഒരു സ്നേഹം ഉണ്ടാവും. അപ്പൊ മരിച്ചാൽ പക്ഷേ നല്ലൊരു മനുഷ്യനായിരുന്നല്ലോ, മരിച്ചില്ല
പഠിച്ചു പുറത്തു കൊടുക്കുന്നൊരു വാക്ക് പറഞ്ഞാൽ മതി ഒരു മുഅ്മിൻ. മനസ്സിലായില്ല? അല്ലാഹു മുഅ്മിനിന്റെ വില എത്രയാണ്? കഅബ പൊളിക്കുന്നതിനേക്കാൾ അല്ലാഹുവിന് ഗൗരവം ഒരു മുഅ്മിനിന് വിഷമിക്കലാണെന്ന് മുഹമ്മദ് മുസ്തഫ. കഅബ പൊളിക്കുന്നതിനേക്കാൾ അല്ലാഹുവിന് വിഷമം ഒരു മുഅ്മിനിന്റെ ഖൽബ് വിഷമിക്കലാണ്. കഅബ പൊളിക്കൽ മോശമാണ്, നിസാരാണോ? അല്ല, അത് വലിയ പ്രയാസം, മോശപ്പെട്ട കാര്യം. അവസാനം നടക്കുന്ന കാര്യമാണല്ലോ എന്ത്? കഅബ പൊളിക്കൽ. എങ്കിൽ അതിനേക്കാൾ അല്ലാഹു തആലക്ക് കഠിന കഠോരമാണ് എന്ത്? ഒരു മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിനെ ഒരാൾ വിഷമിപ്പിക്കൽ. മനസ്സിലായില്ല? അത്രയും പ്രിയപ്പെട്ട ആളാണ് മുഅ്മിൻ. ആ മുഅ്മിനായ മനുഷ്യന്മാരുടെ ഹൃദയത്തിൽ എന്നെ പറ്റി എന്തുണ്ടാവും? ഒരു സ്നേഹം. നല്ലൊരു മനുഷ്യനെ മരിച്ചു, ഒരാവശ്യമുള്ള ആളായിരുന്നല്ലോ, എന്തോ ആണ് അവൻ്റെ പണി, എന്താണെങ്കിലും മൂല്യരെ കൊള്ളുന്നില്ല, തങ്ങളും പോയിക്കൊള്ളുന്നില്ല, എന്തോ ഒരാളായിരുന്നു. പരിസരത്ത് നാലാൾ കറണ്ട് ബില്ല് അടച്ചു കൊടുക്കുന്ന ആളാണ്, രാഷ്ട്രത്തിൽ പോകുമ്പോൾ സഹായിച്ചു കൊടുക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഒരു കിണറ്റിലും വല്ലതും ചാടിയാൽ വേഗം വന്ന് മുങ്ങി എടുത്തു കൊടുക്കുന്ന ആളാണ്. അപ്പോഴും പറയും പഠിച്ചോനെ. ഒരു വല്യമ്മ പറഞ്ഞു, അല്ലാ അല്ല കിണറ്റിന് എന്തെങ്കിലും വീണാലും കുഞ്ഞാമത് ഞാനിപ്പോൾ വിളിച്ച വേഗം വന്നത് എടുത്തെന്നിരുന്നല്ലോ, മരിച്ചല്ലോ, ഇപ്പം ആരോടാ പറയാ റബ്ബേ. ആ അളവിൽ ഈ വല്യമ്മൻ്റെ മനസ്സ് വേദനിച്ചു. അപ്പോൾ അല്ലാഹു തആല ആർക്ക് ഈ കുഞ്ഞാമിനെ അല്ലാഹു പുറത്തു കൊടുക്കും. ഓ മൂല്യരാണോ? പറയേ, ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന് അർത്ഥം അറിയോ? ഇല്ല, ഒന്നും അറിയില്ല, പക്ഷെ ഒരു കാര്യം പറഞ്ഞാൽ ചെയ്തു കൊടുക്കും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് എന്നെ പറ്റി മുഅ്മിനായ മനുഷ്യന്മാരെ മനസ്സിലൊരു സന്തോഷം, ഒരു സ്നേഹം. മഹബ്ബത്തും ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. എത്രയായി? 4. എണ്ണിക്കൊള്ളി. ഒന്ന് മരിക്കുന്നതിന് മുമ്പ് തൗബയുണ്ടാവുക, തൗബയില്ലാതെ മരിക്കൂല. 2 ഭക്ഷണത്തിൽ വിശാലത ലഭിക്കുക, ബറക്കത്തുണ്ടാവുക. 3 തടിയിൽ സലാമത്തുണ്ടാവുക. 4 എല്ലാ മുഅ്മിനീങ്ങളും അയാളെ അറിയുന്ന മുഅ്മിനീങ്ങളുടെ മനസ്സിൽ അയാളെ പറ്റി ഒരു സ്നേഹം ഉണ്ടാവുക. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ. ഈ കൂട്ടത്തിൽ പറഞ്ഞ ഏറ്റവും വലിയ കാര്യം അതാണ്. മുഅ്മിനീങ്ങളുടെ മനസ്സിൽ നമ്മളെ പറ്റി സ്നേഹം ഉണ്ടായി കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടും. എനിക്ക് സ്നേഹമുള്ളവരെ മുഴുവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കുറയുമ്പോൾ എല്ലാവരും അവർ രക്ഷപ്പെടുത്തും. മാത്രമല്ല അവർ നമുക്ക് നമ്മൾ ഖബറിൽ കിടക്കുന്ന നേരത്ത് നാട്ടിലെ മുഅ്മിനീങ്ങൾ പറയാണ്, പഠിച്ചവനെ നല്ലൊരു മനുഷ്യനായിരുന്നല്ലോ, അന്ന് മുങ്കർ നക്കീറും അങ്ങനെ തന്നെ തിരിച്ചു പോകും. നാട്ടിലായ മനുഷ്യന്മാർ കരിയാൻ ഒരു മനുഷ്യൻ മരിച്ചപ്പോൾ അങ്ങനത്തെ മരണം നമുക്കൊക്കെ തരട്ടെ. പിന്നെ 5-ാമത്തത് യഖീനൻ ബിലാ ശക്കിൻ, നിനക്ക് ശക്ക് ഉണ്ടാവുകയില്ല. റബ്ബിലും റബ്ബിന്റെ കാര്യങ്ങളിലും എപ്പോഴും നിനക്ക് യഖീൻ ഉണ്ടായിരിക്കും. ഇന്നുള്ള ഏറ്റവും വലിയ രോഗമാണ് എന്ത്? ശക്ക്. മനുഷ്യർക്ക് എന്തില്ല? യഖീനില്ല. വബിൽആഖിറതി ഹും യൂഖിനൂൻ, യഖീൻ ഉള്ളവരാണ് മുഅ്മിനീങ്ങൾ. അപ്പൊ ഒരു മനുഷ്യന് വേണ്ട എന്താ? യഖീൻ. ഇന്നത്തെ കാലത്ത് ഇല്ലാത്ത എന്താ? യഖീനില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ ഈ 10 ആയത്തുൽ കുർസി അസറിന്റെ ശേഷം ചെല്ലുന്ന ആൾക്ക് അല്ലാഹു തആല എന്ത് കൊടുക്കും? അപ്പോൾ എന്ത് ഈ ആയത്തുൽ കുർസി ഒന്നിനു മുമ്പ് അല്ലാഹുവേ ഇതിൻ്റെ നേട്ടമായി പറഞ്ഞിട്ടുള്ള 10 നേട്ടങ്ങളും നീ എനിക്ക് നൽകണമെന്ന് ദുആ ചെയ്ത് നിയത്ത് ചെയ്ത് 10 ആയത്തുൽ കുർസി കഴിഞ്ഞിട്ട് വന്ന് ദുആ ചെയ്യാം. നീട്ടിയൊന്നും പറയണ്ട. റബ്ബേ ഇതിന്മേൽ പറഞ്ഞിട്ടുള്ള 10 നേട്ടങ്ങളും നീ എനിക്ക് നൽകണമെന്ന് പറയാം. പിന്നെ 5 പറഞ്ഞില്ലേ? 6 ഖുറൂജുർ റൂഹി മഅ ശഹാദ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടല്ലാതെ അവന്റെ റൂഹ് പുറത്തു പോവുകയില്ല. അവസാനം എന്തിനു കഴിയും? ലാ ഇലാഹ اللهم اجعلنا منهم 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 آمين برحمتك يا ارحم الراحمين. പഠിച്ചോനെ മനസ്സിലായില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാതെ മരിക്കുകയില്ല. അങ്ങനെ ഒരാൾ മരിച്ചാൽ അവന് സ്വർഗ്ഗപ്പല്ലേ? من كان آخر كلامه لا إله إلا الله دخل الجنة. ഒരാൾ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ സ്വർഗ്ഗം ഉറപ്പാണ് പുണ്യ റസൂൽ മുസ്തഫ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതന്നെ എന്ന് 6 പറഞ്ഞു. 6 പറഞ്ഞില്ലേ? 6 അല്ലേ?
പറയാറല്ലേ? 7 യുവസ്സഉല്ലാഹു അലൈഹി ഫീ ഖബ്രിഹി, ഖബറിൽ അല്ലാഹു തആല വിശാലത കൊടുക്കും. ഖബർ ചെറുതാണെങ്കിൽ അല്ലാഹു വിശാലത കൊടുക്കും. നമ്മളെ കഴിച്ചിൽ അത് ചെറുതാണ്, അത് ഭൂമിയോളം വലുതാക്കാൻ ആർക്ക് കഴിയും? കഴിയും. നമ്മൾ അബ്ദുള്ള മാഷ്, നമ്മളെ ക്ലർക്കായി അബ്ദുള്ള മാഷ് മരിച്ചു. ഒന്നിലധികം ആളുകൾ സ്വപ്നം കണ്ട് എന്നോട് പറഞ്ഞു, ഒരു മൈതാനൻ്റെ നടുവിൽ കുളിച്ച് വൃത്തിയായിരിക്കുകയാണ്. വലിയ സന്തോഷത്തിലാണ്. ഒരു മൈതാനിയുടെ നടുവിൽ, പൂന്തോപ്പുകളും മറ്റൊക്കെ ഉള്ളതിൻ്റെ ഇടയിൽ ഒരു മൈതാനിയുടെ നടുവിൽ സന്തോഷിച്ചിരിക്കുക. അതായിരിക്കും അവരുടെ അവസ്ഥ. ഖബറിത്തരേ ഉള്ളൂ, പക്ഷെ അവസ്ഥ അങ്ങനെയാക്കി കൊടുക്കും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ചില വിശാലതയെ കുടിസാവും. അർദു ബിമാ റഹബത്ത് സുമ്മ വല്ലൈതു മുദ്ബിരീൻ, അങ്ങനെ ആയത്തുണ്ട് തൗബയിൽ. ഭൂമി നിങ്ങൾക്ക് കുടിസായി തോന്നി. ഹുനൈനിൽ വെച്ച് പറഞ്ഞ സംഭവമാണ്. ഭൂമി നിങ്ങൾക്ക് കുടിസായി തോന്നി, ബിമാ റഹബത്ത്, ഭൂമി വിശാലമായതോടുകൂടെ. അപ്പൊ ചില വിശാലതകളെ കുടിസാക്കും അല്ലാഹു, ചില കുടിസിനെ പറയും വിശാലമാക്കും. അപ്പൊ യുവസ്സഉല്ലാഹു അലൈഹി ഫീ ഖബ്രിഹി, അവന്റെ ഖബറിൽ അല്ലാഹു തആല വിശാലത തരും. പിന്നെ എത്രയായി? 7 കൂടി പറയും. 1 തൗബത്തുൻ ഖബ്ലൽ മമാതി, 2 ബറകത്തുൻ ഫീ റിസ്ഖിഹി, 3 സലാമത്തുൻ ഫീ ബദനിഹി, 4 മഹബ്ബത്തുൻ ഫീ ഖുലൂബിൽ മുഅ്മിനീൻ, 5 യഖീനുൻ ബിലാ ശക്കിൻ, 6 ഖുറൂജു റൂഹി മാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, 6 യുവസ്സഉല്ലാഹു അലൈഹി ഫീ ഖബ്രിഹി. 7ാമത്തെ കാര്യം എത്ര പറഞ്ഞ? 1 യഖീൻ, 1 തൗബത്തുൻ ഖബ്ലൽ മമാത്ത്, മരിക്കുന്ന മുമ്പ് തൗബ കൊടുക്കുക. 2 റിസ്ഖിൽ ബറക്കത്ത് കൊടുക്കുക. 3 ശരീരത്തിൽ സലാമത്ത് കൊടുക്കുക. 4 മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ അയാളെ പറ്റി സ്നേഹം ഉണ്ടാവുക. 5 അള്ളാഹിന്റെ കാര്യത്തിലും യഖീൻ കൊടുക്കുക. 6 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് മാത്രമേ അവന്റെ റൂഹ് പുറത്തു പോകൂ. 7 അവന്റെ ഖബറിൽ അല്ലാഹു തആല വിശാലത കൊടുക്കുക. 8 യുഅ്തില്ലാഹു കിതാബഹു യുഅ്താ കിതാബുഹു ബിയമീനിഹി, അവന്റെ കിതാബ് അവന്റെ വലത്തെ കയ്യിൽ നൽകപ്പെടുന്നതാണ്. അവന്റെ വലത്തെ കയ്യിൽ അവന്റെ കിതാബ് നൽകപ്പെടുന്നതാണ് എന്ന് തൗഫീഖ് തരട്ടെ. 9 യമറു അല സിറാത്തി ത്വായിറ, സിറാത്തിന്റെ മേൽ പറവയെ പോലെ പറക്കുന്നതാണ്. പറവ പറക്കും പോലെ, ഒരു അടക്കാക്കിളി പറക്കുന്ന സ്പീഡ് കണ്ടിട്ടില്ലേ? ആ സ്പീഡിൽ അവൻ കിടക്കും. എന്തിനെ കിടക്കും? സിറാത്ത് പാലം കിടക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. 9 മനസ്സിലായില്ലേ? അതന്നെ സിറാത്ത് പാലം നന്നാൽ എന്താ? സിറാത്ത് പാലം ഉളരി കിടക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. യമറു അല സിറാത്തി ത്വായിറ, അവൻ പറവയെ പോലെ കിടക്കും. എന്തിനെ? സിറാത്ത് പാലം. പറവക്ക് എന്ത് പാലം? നമ്മളല്ലേ വണ്ടിയും കൊണ്ട് വന്ന് പാലം പണിയാണ്. നീ വേറെ ഇതേ റോഡ് നോക്കും, പാലത്തിൻ്റെ അവിടെ വരെ നമ്മൾ വന്നു. അപ്പോൾ നോക്കുമ്പോൾ പാലം പണിയാണ്. അപ്പം ഇവിടെ നടക്കൂല, അപ്പം നമ്മൾ അതിൽ പോയി. അല്ലെങ്കിൽ ഒരു ഭാഗത്ത് വണ്ടി പോലീസ് വിട്ടിട്ട് അത് പോയിട്ട് മറ്റേ ഭാഗത്ത് പാലം പണി നടക്കുക. അല്ലെ പാലം പായതയ്ക്കും. അതുകൊണ്ട് ഈ 2 വണ്ടിയെ വിടുന്നുള്ളൂ. പോലീസ് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. പറവയോ? പറവക്ക് എന്ത് പാലം പണിയാണ്? അല്ലേ പറയും മനുഷ്യന്മാര്. പറവയായി അവൻ സിറാത്ത് പാലം കിടക്കുന്നതാണ്. 9. 10 യദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്, ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കുന്നതാണ്. എന്താ ഉണ്ട്? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ 10 ഗുണങ്ങളൊന്ന് പറയും. എന്നിട്ട് ഞാൻ എൻ്റെ ഷർത്ത് പറഞ്ഞുതരാം. ഷർത്തുണ്ട്, പറഞ്ഞുതരാം. ഒരു ഷർത്തുണ്ട്, പറഞ്ഞുതരാം. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഇവിടെ നോക്കി. 1
മരിക്കുന്ന മുമ്പ് തൗബയോടുകൂടെ മരിക്കുക. തൗബയോടുകൂടെ മരിച്ചാൽ അള്ളാഹുവിന്റെ കോടതിയിൽ ദോഷമില്ല. അല്ലാഹു യാ ഭാഗ്യം തരണമേ റബ്ബേ. 2 ബറക്കത്തുൻ ഫീ റിസ്ഖിഹി, റിസ്ഖിൽ ബറക്കത്തുണ്ടാവുക. 3 സലാമത്തുൻ ഫീ ബദനിഹി, ഏതവസ്ഥയിലും അവന്റെ ശരീരം കൊണ്ട് ചെയ്യേണ്ട കാര്യം ചെയ്യാൻ കഴിയുക. മനസ്സിലായില്ലേ? 3. 4 മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ അവനെ പറ്റി സ്നേഹം ഉണ്ടാവുക. 4 അള്ളാഹുവിന്റെ കാര്യത്തിൽ എപ്പോഴും യഖീൻ ഉണ്ടാവുക. ഏത് കാര്യത്തിലും ദീനിയായ കാര്യത്തിൽ യഖീൻ, നിരീശ്വരവാദിയാവൂല. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. 4 അല്ലേ? 4 5 കാര്യം 5 യഖീനും ബിലാ ശക്കിൻ, യഖീൻ ഉണ്ടാവുക. ഒരു ദീനിയായ കാര്യത്തിൽ സംശയമില്ല, യഖീൻ, നിരീശ്വരവാദിയാവൂല. 6 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ടല്ലാതെ റൂഹ് പുറത്തു പോകൂല. 6. 7 ഖബർ അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കുക. 8 ഏടുകൾ അല്ലാഹു തആല വലത്തെ കയ്യിൽ കൊടുക്കുക. തെറ്റൊക്കെ കുറെ ചെയ്തിട്ടുണ്ട്, എന്നാലും വലത്തെ കൈ കൊടുക്കും. അതെങ്ങനെ? ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്തിൻ. അല്ലാഹു തആല അവൻ ചെയ്ത നന്മകളൊക്കെ മായ്ച്ചിട്ട്, തിന്മകളൊക്കെ മായ്ച്ചിട്ട് അവിടെ എന്തുമാത്രം എഴുതും? നന്മ മാത്രം. അപ്പോൾ 7 ഇവിടെ കിട്ടും വലത്തെ കൈ. ഇപ്പം എത്രണ്ണായി? 8. 9 യമറു അല സിറാത്തി ത്വായിറാ, പറവയെ പോലെ സിറാത്ത് കടക്കും. 9. 10 യദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്, ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കടക്കും. അപ്പോൾ യജ്ലിസു ബി മുസല്ലാഹു ബഅദ സ്വലാത്തിൽ അസ്രി, അസ്ർ നിസ്കാരം കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുക. അതിന്റെ ഔറാദ് കഴിഞ്ഞാൽ ദുആ ചെയ്യുക. എന്നിട്ട് അവൻ എന്ത് ചെയ്യുക? ഇമാമിന്റെ ദുആ ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കുക. 2 മിനിറ്റ് കൂടി, ഒരു 3 മിനിറ്റ്, 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് തീരും. 10 അല്ലാഹു അതിന്റെ നേട്ടമായി പറഞ്ഞിട്ടുള്ള 10 നേട്ടവും എനിക്ക് തരണേ എന്ന് പറയാം. ദുആ ചെയ്യാം. കഴിഞ്ഞിട്ട് ഒരു ദുആ, തുടങ്ങുമ്പോൾ ഒരു നിയത്തിന്റെ ദുആ. തൗഫീഖ് തരട്ടെ. ഒരു ഷർത്തുള്ളത്, അതിന് സമ്മതമുള്ള ആളുകളിൽ നിന്ന് സമ്മതം വാങ്ങി ചെയ്യണം. ഖാല അലി തമാസീനി റളിയല്ലാഹു, ഞാൻ മിസ്ബാഹിൽ നിന്നാണ് വായിക്കുന്നത്. അലി തമാസീനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലാ യസ്ഹു ഹാദാ ഇല്ലാ ബിൽ ഇദ്നി മിന ശൈഖ് അബിൽ മഅ്ദൂനി ഫീ ഇഅ്താഇഹാ. ഒന്നിരിക്കൽ ഷെയ്ഖിൽ നിന്ന് സമ്മതം വാങ്ങി ചെയ്യണം, അല്ലെങ്കിൽ അബിൽ മഅ്ദൂനി ഫീ ഇഅ്താഇഹാ, അത് കൊടുക്കാൻ സമ്മതമുള്ള ആളിൽ നിന്ന് സമ്മതം വാങ്ങി ചെയ്യണം എന്നാണ്. ലകിൻ ബിശർത്തിൽ ഇദ്നി മിൻ അർബാബിയ, മദരിയത്തുൽ അംസിയിലൊക്കെ ഉണ്ടല്ലോ. ലകിൻ വതറാ അജായിബ ഇൻ നദംത തിലാവതൻ, ബദരിയത്തുൽ അംസിയ ദിവസം ചൊല്ലിയാൽ അത്ഭുതങ്ങൾ കാണാൻ കഴിയും. ലകിൻ ബിശർത്തിൽ ഇദ്നി മിൻ അർബാബിയ, അതിന്റെ ആളുകളിൽ നിന്ന് സമ്മതം വാങ്ങിച്ചെല്ലണോ. അവന്റെ മുന്നിൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14, ഇന്ന് മുതൽ 14, പുറത്തു നിന്ന് 3 ആള് 3 17, ഇന്ന് മുതൽ പറഞ്ഞ ഏറ്റ ചെയ്യണം. ഇന്ന് മുതൽ എനിക്ക് എൻ്റെ ഷെയ്ഖ് ഇബ്രാഹിം സലീഹ് ഹുസൈനി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് എനിക്ക് പ്രത്യേകമായ സമ്മതം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് സമ്മതം തരാം. പക്ഷെ ചെയ്യണം. ഓൺലൈനിൽ എത്ര ആളുണ്ട്? ഓൺലൈനിൽ ഇപ്പോൾ കൈബന്ധിക്കുന്നവർക്കും സമ്മതം കൊടുക്കും. പിന്നീട് എന്നോട് ചോദിക്കേണ്ടി വരും. ഇപ്പോൾ ഓൺലൈനിൽ സമ്മതം ചോദിക്കുന്നവർക്കും ഓൺലൈനിൽ ഇരുന്നാൽ പോരെ, സമ്മതം ചോദിക്കണം. ഇനി കേൾക്കുന്നവർക്കോ സമ്മതം ചോദിക്കണം. മൊബൈൽ എഴുതി ചോദിച്ചാൽ മതി. ഇപ്പോൾ സമ്മതം തരാൻ പോവുകയാണ്. എൻ്റെ ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് ഹുസൈനി റളിയല്ലാഹു അൻഹു ഈ അമലിൽ എനിക്ക് പ്രത്യേക സമ്മതം തന്ന അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഞാൻ സമ്മതം തരാം. ഒരു കാര്യത്തിന് സമ്മതത്തോട് ചെയ്യേണ്ട അമലുണ്ടാവും, സമ്മതമില്ലാതെ ചെയ്യേണ്ട അമലുണ്ടാവും. ലകിൻ ബിശർത്ത് വതറഅൽ അജായിബ ഇൻ അദംത തിലാവതൻ, ബദരിയത്തുൽ അംസിയ എന്ന് ചൊല്ലുകയാണെങ്കിൽ അത്ഭുതങ്ങൾ കാണാൻ കഴിയും. പക്ഷേ ലകിൻ ബിശർത്തിൽ ഇദ്നി മിൻ അർബാബിഹ, അതിന്റെ ആളുകളിൽ നിന്ന് എന്ത് ചെയ്യണം? സമ്മതം ചോദിക്കണം. സമ്മതം ചോദിച്ച് ചെയ്യണം. അപ്പൊ ഇന്ന് മുതൽ എല്ലാ ദിവസവും ചെയ്യാൻ താല്പര്യമുള്ള എന്തൊക്കെ നേട്ടങ്ങൾ? അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് 10 ആയത്തുൽ കുർസി ഓതുക. അവിടെ തന്നെ ഇരുന്ന് എണീറ്റ് പോകരുത്. എണീറ്റ് പോകണമെങ്കിൽ മഅ്സൂറായിരിക്കണം, പ്രത്യേക ഉദ്ർ വേണം. ആ ഉദ്ർ ദായിമാകാനും പാടില്ല. എന്നും ഉദ്ർ ഉണ്ടാവില്ല. അസ്ർ നിസ്കാരം കഴിഞ്ഞൊരു 3 മിനിറ്റ് 4 മിനിറ്റ് കൊണ്ട് തീരും 10 ആയത്തുൽ കുർസി. നേട്ടങ്ങൾ: 1, തൗബയിലേ മരിക്കും. തൗബയിൽ മരിച്ചാൽ അള്ളാഹുവിന്റെ കോടതിയിൽ ദോഷമില്ല. 2
അവൻ്റെ റിസ്ക്കിൽ അവൻ എന്താണ് ഇവൻ പണിയുണ്ടെങ്കിലും പണിയില്ലെങ്കിലും ഓൻ്റെ റിസ്ക്കിൽ വർക്കത്തുണ്ടാവും. 3, അവൻ്റെ തടിക്ക് വേറൊരാൾ കൂടി കൊടുക്കേണ്ടി വരില്ല, അതിൻ്റെ ഒരു സലാമത്തുണ്ടാവും. ജോക്കൊക്കെ ഉണ്ടാവാം, എന്നാലും സലാമത്തുണ്ട്, അവൻ ചെയ്യേണ്ട കാര്യം ചെയ്യാൻ കഴിയുന്നുണ്ട്. 4, മുഅ്മിനീങ്ങൾക്ക് അവനെ പറ്റിയ സ്നേഹം ഉണ്ടാവും. നാട്ടിലെ എല്ലാ അന്തം വിട്ടവർക്കുമല്ല, മുഅ്മിനീങ്ങൾക്ക് സ്നേഹം ഉണ്ടാവും. 4, 5 അള്ളാഹിൻ്റെ കാര്യത്തിൽ എപ്പോഴും യഖീനുണ്ടാവും, നിരീശ്വരവാദിയാവില്ല. 6, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാതെ ദുനിയാവൊന്നും വിട്ടുപോകില്ല, മരിക്കൂല. 6, ഖബറിൽ അല്ലാഹു തആല വിശാലത ചെയ്യും. 7, വലത്തെ കയ്യിൽ അല്ലാഹു തആല അവന് കിതാബ് കൊടുക്കും. 8 എട്ടെണ്ണ പറഞ്ഞ് 1 മരിക്കുമ്പോൾ തോപ കൊടുക്കും, തോപയില്ലാതെ മരിക്കൂല. 2 റിസ്ഖിൽ ബർക്കത്തുണ്ടാവും. 3 ശരീഅത്തിൽ സലാമത്തുണ്ടാവും. 4 മുഅ്മിനീങ്ങൾക്ക് അവനെ പറ്റി സ്നേഹമുണ്ടാവും. 5 എപ്പോഴും യഖീനുണ്ടാവും, അള്ളാഹിനെ പറ്റി യഖീനുണ്ടാവും. 6 ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ മരിക്കൂല. 7 ഖബറിൽ അല്ലാഹു തആല വിശാലത കൊടുക്കും. 8 വലത്തെ കയ്യിൽ തന്നെ അല്ലാഹു തആല കിതാബ് കൊടുക്കും. 9 യമുറു അല സിറാത്ത് ഖായിറൻ പറവ പറക്കും പോലെയാണ് അവൻ സിറാത്ത് പാലം മുട്ടെടുക്കുക. 9. 10 ഹിസാബില്ലാതെ തന്നെ അള്ളാഹു ചോദ്യം ചെയ്യാതെ സ്വർഗ്ഗത്തിൽ കടത്തും. എല്ലാ സന്ദേശവും 10 ആയത്തെക്കുറിച്ച് സമ്മതം വാങ്ങി ചെയ്യണം. 260 ആളുകൾക്കും ഈ കൂട്ടത്തിൽ 260 ആളുകൾക്കും ഈ കൂട്ടത്തിലുള്ള എൻ്റെ ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് ഹുസൈദി തിജാനി മശായിഖന്മാരുടെ പ്രത്യേകമായ അമലാണ്. തിജാനി ആയവർക്കും അല്ലാത്തവർക്കും ചെയ്യാവുന്നതാണ്. അതിൽ തിജാനി ആകണം എന്ന നിയമമൊന്നുമില്ല. ഷെയ്ഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹുവിന് മുസ്തഫ നബി എന്നുള്ള വസിയത്താണ് തിജാനികളുടെ അമലാണ്. അസ്ർ എന്നാൽ തിജാനി ത്വരീഖത്തിൽ ഒരു പ്രത്യേക സമയവുമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് ഹുസൈനി തങ്ങളിൽ നിന്ന് എനിക്ക് പ്രത്യേകമായ സമ്മതം ലഭിച്ച അടിസ്ഥാനത്തിൽ ഇപ്പോൾ എൻ്റെ മുന്നിൽ കൈപൊക്കുന്ന ആളുകൾക്കും സംബന്ധം ചോദിക്കാൻ തരാൻ പോവാണ്. കൈപൊക്കണം, അപ്പോഴേ തരുള്ളൂ. കയ്യോങ്ങി മതി. ആദ്യം സമരം കിട്ടിയവരുണ്ട്. ഓക്കെ, നേരത്തെ ജിദ്ദിക്കോ പുതുക്കിക്കോ കയ്യൊന്നിച്ചാൽ 10 ആയത്തെക്കുറിച്ച് മറക്കരുതട്ടാ, ഒഴിവാക്കരുതേ. അത് ഭയങ്കര നേട്ടം. തൗഫീഖ് തരട്ടെ. ഞാനടക്കം എല്ലാവർക്കും എൻ്റെ ഷെയ്ഖ് ഇബ്രാഹിം സാഹിബ് തങ്ങളിൽ നിന്ന് എനിക്ക് സമ്മതം കിട്ടിയ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാവരും നീ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവനാണ്. എല്ലാവരും എത്ര ആളാണ്? 270 ആളുകൾക്കും ഓൺലൈനിൽ ഇപ്പോഴുള്ള 270 ആളുകൾക്കും ഈ കൂട്ടത്തിലുള്ള എല്ലാവർക്കും ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് ഹുസൈനി ഇന്ന് ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന ലോകം കണ്ട മഹാന്മാരുടെ നേതാക്കളിൽ നേതാവായ ആലിമുൽ അല്ലാമയായ വലിയ ആലിമീങ്ങളുടെയും ഉസ്താദായ ലോകം കണ്ട മഹാന്മാരിൽ ഒരാളായ നൈജീരിയയിലെ പ്രധാനപ്പെട്ട മുഫ്തിയും ലോകം കണ്ട വലിയ ആലിമുമായ ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് ഹുസൈനി എന്ന മഹാനിൽ നിന്ന് എനിക്ക് ലഭിച്ച സമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഓൺലൈനിലുള്ള ഇപ്പോൾ സമ്മതം ചോദിക്കുന്ന 270 അല്ലേ, 270 ആളുകൾക്കും എൻ്റെ മുന്നിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ സമ്മതം നൽകിയിരിക്കുന്നു. സ്വീകരിച്ചു നാളെ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മുടങ്ങരുത്. 10 നേട്ടങ്ങൾ, ഒന്നും കൂടി പറയും. 10 നേട്ടങ്ങൾ. ആയത്തുൽ കുർസി അശ്വസ്കാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കുക. എന്ത് തിരക്കണം പോയിട്ട്, കാരണം ഇത് നാളൊക്കെ ഉള്ളതാണ്. 10 നേട്ടമേ പറയും. 1 തൗബയിലേ മരിക്കൂ. 2 റിസ്ഖിൽ ബർക്കത്തുണ്ടാവും. 3 തടിയിൽ സലാമത്തുണ്ടാവും. 4 മുഅ്മിനീങ്ങൾക്ക് അവനെ കുറിച്ച് നല്ലൊരു സ്നേഹമുണ്ടാവും. 5 അള്ളാഹിനെ പറ്റി യഖീനുണ്ടാവും. അള്ളാഹിന്റെ ദീനിയാ കാര്യം യഖീനുണ്ടാവും. നിരീശ്വരവാദികളെ പ്രസംഗിക്കാൻ പോവില്ല, യഖീനുണ്ടാവും. 6 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാതെ മുഅ്മിൻ മരിച്ചു പോവില്ല. 7 ഖബറിൽ അള്ളാഹ് വിശാലത കൊടുക്കും. 8 വലത്തെ കയ്യിൽ തന്നെ അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, വലത്തെ കയ്യിൽ തന്നെ അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, വലത്തെ കയ്യിൽ തന്നെ അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, വലത്തെ കയ്യിൽ തന്നെ അല്ലാഹു തആല കിതാബ് തരും. 9 സിറാത്ത് പാലം പറവയെ പോലെ വിട്ടുകിടക്കും. 10 ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കും. അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹ്. يا صاحي إن عظم البلاء فانهض إلى باب الإله الواحد المنان فتشفعا بالمصطفى أهل الوفاء فتشفعا بالمصطفى بحر الوفاء فتشفعا بالمصطفى بحر الوفاء سر الوجود ومعدن العرفان
وبآله وبصحبه وبمن تلا منهاجه في سائر الأزمان وبقطب دائرة الولاية كلها شيخ المشايخ أحمد التجاني وبآله وبصحبه وبمن تلا منهاجه في سائر الأزمان وبقطب دائرة الولاية كلها شيخ المشايخ أحمد التجاني. ദുനിയാവിന്റെ പിന്നാലെ ഓടേണ്ട, ദുനിയാവ് വളരെ നശ്വരമാണ്. ആര് നിന്നെ കുടുക്കിയാലും നീ കുടുങ്ങൂല. അള്ളാന്റെ ആരിഫീങ്ങൾ പറഞ്ഞത് കേട്ടോ, ആര് കുടിക്കാനും കുടുങ്ങൂല. അള്ളാന്റെ ആരിഫീങ്ങൾ പറഞ്ഞു കേട്ടോ, അവരാണ് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. وبقطب دائرة الولاية كلها شيخ المشايخ أحمد التجاني. ബഹുമാനപ്പെട്ട തിജാനി റളിയല്ലാഹു അൻഹു മുസ്തഫ നബിയിൽ നിന്ന് അവർക്ക് കിട്ടിയ സമ്മതമനുസരിച്ച് ലോകത്തിന് നൽകിയ ഒരു ഇതിനാണ് ഇത് എൻ്റെ ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് ഹുസൈനി തങ്ങളിൽ എനിക്ക് കിട്ടിയതാണ്. ഇപ്പോൾ ഓൺലൈനിലുള്ള 270 അല്ലേ, പുതിയ ആൾ വന്നിട്ടില്ല. ഇനി ഒരാൾ കയറണമെങ്കിൽ ഇന്നോട് ചോദിക്കണം. 285 ആളുകൾക്കും ഇപ്പോൾ ഓൺലൈനിലുള്ള 285 ആളുകൾക്കും അൽഹംദുലില്ലാ ഞാൻ സമ്മതം തന്നു. അപ്പം നിങ്ങൾക്ക് എഴുതി വെക്കാം. ഉസ്താദ്, ഞങ്ങളുടെ ഉസ്താദായ റഹ്മത്തുള്ള ഖാസിമി, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖായ ഇബ്രാഹിം സാലിഹ് ഹുസൈനി റളിയല്ലാഹു അൻഹു പ്രത്യേകം സമ്മതം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കും സമ്മതം കിട്ടി എന്ന് എഴുതി വെക്കാം. ഒക്കെ എഴുതി വെക്കണം. ആ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ അമൽ ചെയ്യുന്നത്. അള്ളാഹുവോട് പറയാം, റബ്ബേ ഈ 10 ആയത്തുൽ കുർസിക്കുള്ള നേട്ടങ്ങൾ എനിക്ക് തരണമേ റബ്ബേ. തുടക്കത്തിലും പറയാം, ഒടുക്കത്തിലും പറയാം. ഒറ്റ നോക്കണം മതി. എന്നിട്ട് നിങ്ങൾ പണിക്കോയിക്കോളി. 10 ആയത്തുൽ കുർസി അവിടെ തന്നെ. ഒരു ദിവസം പ്രശ്നം വന്നു, ഉമ്മാക്ക് സുഖമല്ല, അന്ന് ആശ്ര നിസ്കരിച്ചപ്പോൾ പാഞ്ഞുകൊണ്ട ചെല്ലി വിരോധമല്ല, ഭാര്യ ആശുപത്രിയിലാണ് വിരോധമല്ല, 2 ആൾ പിടുത്തം കൂടുന്നുണ്ട്, തല്ലുകൂടുന്നുണ്ട്, ഒരു തല്ല് തീർക്കണം, വണ്ടിക്കോ പ്രശ്നമില്ല, എന്നും പോകരുത്. അവിടെ ആ 10 ആയത്തുൽ കുർസിക്ക് അവിടെ ഇരിക്കുക. കാരണം ഇതുകൊണ്ട് നിനക്ക് കിട്ടാൻ പോകുന്ന ഹിസാബില്ലാതെ സിറാത്ത് പാലം കണക്കാണ്. ഈ ദുനിയാവിൽ എനിക്കിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പേടി സിറാത്ത് പാലാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് സിറാത്ത് പാലത്തിനെ പോലെ പേടിയുള്ള സാധനമില്ല. അത് രക്ഷപ്പെട്ട പിന്നെ നരകമില്ലല്ലോ. എനിക്കെൻ്റെ ജീവിതത്തിൽ ഏറ്റവും പേടിയുള്ള സാധനം സിറാത്ത് പാലാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഭയപ്പെട്ട് അള്ളാഹുവിനോട് പറഞ്ഞതും സിറാത്ത് പാലാണ്. ഇന്നും പേടി സിറാത്ത് പാലാണ്. അത് പേടിയാണ്. സിറാത്ത് പാലം സത്യമാണ്. ആരെങ്കിലും സിറാത്ത് പാലം നിഷേധിച്ചാൽ അവൻ കഫറാണ്. നാല് ഇമാമിങ്ങളെ അഭിപ്രായമാണ്. മനസ്സിലായി പറഞ്ഞു. സിറാത്ത് പാലം നിഷേധിച്ചാൽ കഫറ പേര് മുസ്ലിമായിട്ട് കാര്യമില്ല, കഫറ. നിഷേധിക്കുന്നവരുണ്ട്, കഫറ. നിങ്ങളൊന്നും പറയണ്ട, ചുരു കഫറ. സിറാത്ത് പാലം നിശ്ചയിച്ച കഫറ. ഇബ്നു തൈമിയ്യ പോലും പറഞ്ഞിട്ടുണ്ട് സിറാത്ത് പാലം നിശ്ചയിച്ച കഫറ. എന്താ പറയണ്ടത്? ഇവിടുത്തെ 30 അധ്യായങ്ങൾ രാവും പകരം എണ്ണുന്ന ആളാണ് ഇബ്നു തൈമിയ്യ. അയാൾ വരെ പറഞ്ഞിട്ടുണ്ട് സിറാത്ത് പാലം നിശ്ചയിച്ച കഫറ. അല്ലാഹു തആല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അവസാനിപ്പിക്കാം. നാളെയുണ്ട്. നാളത്തെ വിഷയം എന്ന് പറയും, നിങ്ങൾ അറിയിക്കും. ചെറിയ ചെറിയ വിഷയങ്ങൾ ദിവസം നിങ്ങൾക്ക് പറഞ്ഞുതരും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം നന്നാവണം. ഇന്നിപ്പോൾ 285 ആളുകൾക്കും ഞാൻ സമ്മതം കൊടുത്തു. ഞങ്ങൾക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു എല്ലാവരും നന്നാക്കി തരട്ടെ. ദുനിയാവൊക്കെ നശ്വരമാണ് കുട്ടികളെ, അതിന് വഞ്ചിതനാകണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തം കിട്ടാൻ വേണ്ടി പണിയെടുത്തോളി, എന്നാൽ രക്ഷപ്പെടും. അതിനെന്ത് വേണം? സിറാത്തൽ ലദീന അൻഅംത. അല്ലാഹു നിഅമത്ത് ചെയ്ത ആളുകളെ പിന്നാലെ പോകണം, അല്ലെങ്കിൽ രക്ഷപ്പെടില്ല. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. 2 ലക്ഷ്യമാണ് ഈ പരിപാടിക്കുള്ളത്. ഒന്ന്, വിജ്ഞാനം ജനങ്ങളിൽ പ്രചരിപ്പിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിലാക്കുകയും ചെയ്യുക. 1. 2 സദസ്സ് പിരിയുന്നതിന് മുമ്പ് ആരെങ്കിലും സമ്മതം ചോദിച്ചാൽ സമ്മതം കൊടുക്കും കേട്ടോ. ആരെങ്കിലും ചോദിച്ചാൽ എന്നോട് പറയണം. ഒരാൾ ഫോണിൽ ചോദിച്ചു അല്ലേ, അൽഹംദുലില്ലാഹ്, അദ്ദേഹത്തിൻ്റെ പേര് പെങ്ങളാ. അല്ലാഹു തആല കുട്ടിക്കും ഞാൻ സമ്മതം കൊടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ഖൈറിൻ്റെ വാതിൽ നിങ്ങൾക്കും പെങ്ങൾക്കും നമുക്കും നമ്മളെ പെങ്ങന്മാർക്കും എല്ലാവരും സിറാത്ത് പാലം ഒരുമിച്ച് കടന്ന് സന്തോഷിച്ച് അള്ളാഹുവിൻ്റെ രാജകളികളായി സ്വർഗത്തിൽ കൂടാൻ, നമ്മുടെ നേതാവ് എന്ന റാണിയുടെ പിന്നാലെ തേനീച്ചകളായി കൂടാൻ സ്വർഗത്തിൽ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.
ലോകത്തിൻ്റെ റാണീച്ചയായ മുത്തു മുഹമ്മദ് മുസ്തഫ തന്ന ആ റാണിയുടെ പിന്നാലെ ചെറിയ ചെറിയ തേനീച്ചകളായി കൂടാൻ പരലോകത്ത് അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അപ്പം എല്ലാവരും ശ്രദ്ധിച്ചോളി. വെറുതെ നടക്കണ്ട, ദുനിയാവിൽ വഞ്ചിതനാവും വേണ്ട, വെറുതെ പറയുന്ന വർത്താനത്തിൽ ഇട്ട് നടക്കണ്ട, പരിധി വിട്ട് പേടിക്കും വേണ്ട. നമ്മുടെ CA വന്നു, അത് വന്നു, നിങ്ങൾ പേടിക്കണ്ട, റബ്ബിൻ്റെ അബദ്ധല്ലേ, നിങ്ങളെ ആരുണ്ടാക്കണം, നിങ്ങൾ നിങ്ങളൊക്കെ ഇവിടെ നല്ല എനിക്ക്, നിങ്ങളൊക്കെ ഇവിടെ മരിച്ചിട്ട് മറ്റൊരൊക്കെ ഇവിടെ ജീവിക്കും, എന്നൊക്കെ എന്താ പിരാന്തല്ലോ. മനസ്സിലായാലും ഈ ലോകത്ത് അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടം മനുഷ്യന്മാരെ സന്തോഷിപ്പിക്കലാണ്. ഈ ലോകത്ത് അല്ലാഹു തആലക്ക് ഏറ്റവും ദേഷ്യം മനുഷ്യന്മാരെ വേദനിപ്പിക്കലാണ്. അതിന് സഡൻ പരിഹാരം ഉണ്ടാവും. സഡൻ അപരിഹാരം ആർക്കും താങ്ങാൻ കഴിയില്ല. രാജാതിരാജനായ രക്ഷിതാവുണ്ട് എന്ന് ചിന്തിക്കുന്നവർക്കൊക്കെ ഇത് ആലോചിക്കുന്നത് നല്ലതാണ്. രാജാതിരാജനായ രക്ഷിതാവ് ഭൂമിക്കുണ്ട് എന്ന് ചിന്തിക്കുന്നവരാണ് ഇന്നും ഹൈന്ദവ ജനതയിലെ കോടിക്കണക്കായ ജനങ്ങൾ. അവരിതിലൊന്നും സന്തോഷിക്കില്ല. അതൊക്കെ അതും ഇതും അതൊക്കെ പലതുണ്ടാവും, അതൊന്നും കണക്കാക്കണ്ട. ഈ ഭൂമിക്കും ഈ പ്രപഞ്ചത്തിനും ഒരു രാജാതിരാജനായ രക്ഷിതാവുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഇന്നും ഇന്ത്യയിലെ കോടിക്കണക്കായ ഹൈന്ദവ സമൂഹം. അവർ ഇത്തരം കാര്യങ്ങളിലൊന്നും സന്തോഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വന്നാൽ ജനങ്ങൾക്ക് പ്രയാസമുണ്ടായാൽ അതിൻ്റെ ആക്ഷൻ പെട്ടെന്ന് വരും. അത് സഹിക്കാൻ ആർക്കും കഴിയില്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ കുടുംബത്തിന് സമ്മതം ചോദിക്കുന്നവർക്കും ഈ കൂട്ടത്തിൽ കുടുംബത്തിൽ സമ്മതം ചോദിക്കുന്നവർക്കും സമ്മതമുണ്ട്. അവരുടെ ഭാര്യ, ഭർത്താവ്, അവരുടെ ബാപ്പ, ഉമ്മ, പ്രായപൂർത്തിയായ മക്കള് അവർക്ക് കൊടുക്കാം. ഇത്താത്ത, മൂത്തമ്മ വേറെ ചോദിക്കണം, ഇതിൽപ്പെടൂല. കുറച്ച് മെനക്കെടണം. അതെന്തെങ്കിലും കിട്ടും. ഞാൻ മെനക്കെട്ട് വാങ്ങിയതാണ്. എനിക്കിത് എനിക്കിത് വാങ്ങിയപ്പോഴത്തിന് ലക്ഷങ്ങൾ ചിലവുണ്ട്. ചെറിയതൊന്നല്ല. ഞാനതിന് ദൂരം വിട്ട് പോയി, ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് പോയി, അങ്ങനെ പോയി കഷ്ടപ്പെട്ട് വാങ്ങിക്കൊടുക്കാം. നിങ്ങളൊന്നും തരണ്ട, എനിക്കൊന്നും തരണ്ട, എനിക്കിൻ്റെ റബ്ബ് തന്നല്ല, അതുകൊണ്ടല്ലേ പോയത്. എന്നാലും ഒരു മെനക്കെടൽ നിങ്ങൾക്ക് വേണം. നിങ്ങൾക്കൊന്നും തരണ്ട, ഒന്നും വേണ്ട. അല്ലാഹു തആല നിറച്ച് തന്നൊരു മൂല്യമായിരിക്കും. ഞാൻ എന്തിനാ വേറെ? എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട. നിങ്ങൾ മെനക്കെടണം. നിങ്ങൾ സമ്മതം ചോദിക്കെങ്കിലും വേണം. അതിവിടെ മാത്രമല്ല, ഏതിനും ഒരു പ്രത്യേകമായ അമലുകൾ കിട്ടുമ്പോൾ ആ അമലിന് സമ്മതം വാങ്ങേണ്ടി വരും. എല്ലാ മജ്‌ലിസിനൂറിനെയും പുറത്ത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ പ്രത്യേക സമ്മതപ്രകാരം അല്ലേ? പറയും അത് സമ്മതമാണ്. ഇതെനിക്ക് എൻ്റെ ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് ഹുസൈനി തങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് സമ്മതം കൊടുക്കാനും സമ്മതം തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കി എല്ലാവരും ഈ ആ ഖൈറൊക്കെ 10 ഖൈറും കിട്ടാൻ എനിക്കും എൻ്റെ മശായിഖന്മാരെയും നിങ്ങളതിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. നിങ്ങളും ദുആ ചെയ്യും. ഉസ്താദും മശായിഖന്മാരെയും ഒക്കെ അല്ലാഹു ഈ 10 ഗുണം അവർക്കും നൽകണേ. നിങ്ങൾ ദുആയിൽ കൂട്ടിക്കളി. നിങ്ങളൊക്കെ ഞാനും ദുആ കൂട്ടും. ഇന്നും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയവർക്കൊക്കെ കൊടുക്കണമെന്ന് ഞാനും കൂട്ടാം. അല്ലാഹു എല്ലാവരും നന്നാക്കി തരട്ടെ. നേരം വൈകി കൈ പൊക്കി പിടിച്ചോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ്. റബ്ബേ, ഞങ്ങളൊക്കെ പാപികളായ ദോഷികളായ നിൻ്റെ അടിമകളാണ്. ഞങ്ങൾക്ക് പുറത്തു തരണമേ റബ്ബേ, ഞങ്ങൾക്ക് പുറത്തു തരണമേ റബ്ബേ. ഞങ്ങൾ നിൻ്റെ പാപികളായ അടിമകളാണ്, ഞങ്ങൾക്ക് പുറത്തു തരണമേ റബ്ബേ. ഞങ്ങൾ ദോഷികളായ അടിമകളാണ്, ഞങ്ങൾക്ക് പുറത്തു തരണമേ റബ്ബേ. ഞങ്ങൾ ദോഷികളായ അടിമകളാണ്, പുറത്തു തരണമേ റബ്ബേ. പാപികളായ അടിമകളാണ്, പുറത്തു തരണമേ റബ്ബേ. ഞങ്ങൾ നീ നന്നാക്കി തരണമേ റബ്ബേ. ഞങ്ങൾ ഉപ്പാക്കും മാക്കും പുറത്തു കൊടുക്കണമേ റബ്ബേ. ഞങ്ങളെ മക്കളെ സ്വാലിഹാക്കി തരണമേ റബ്ബേ. ഞങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം തരണമേ റബ്ബേ. ഈ 10 മരണം വരെ തുടർത്തിക്കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണമേ റബ്ബേ. 10 ആയത്തുൽ കുർസി എല്ലാ സംസ്കാരം കഴിഞ്ഞ് മരണം വരെ തുടർത്തിക്കൊണ്ടുപോകാൻ തൗഫീഖ് തരണമേ റബ്ബേ. അല്ലാഹുവേ, മഹാന്മാർ ഇതൊക്കെ പറഞ്ഞ മഹാന്മാർക്കും പ്രത്യേക ബർക്കത്ത് ചെയ്യണമേ റബ്ബേ. ലോകത്തിൻ്റെ നാനാഭാഗത്തും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ നീ കബൂലിയത്ത് കൊടുക്കുകയും അവരെ കൂട്ടത്തിലേക്ക് ഞങ്ങളെയും കൂട്ടുകയും ചെയ്യണമേ തമ്പുരാനെ. എല്ലാ മുസീബത്തിനെ തൊട്ട് കാക്കണമേ റബ്ബേ. എല്ലാ CAയിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ റബ്ബേ. എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ റബ്ബേ. എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം.
രാജാതിരാജനെ നിന്നോട് പറയുമ്പോൾ ഞങ്ങൾ ആരോടും പറയൂല. നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ റബ്ബേ. ഭൂമി നിന്റേതല്ലേ റബ്ബേ, ഭൂമിയിൽ അധികാരവും നീ അല്ലേ റബ്ബേ. നീ ഞങ്ങൾ ആര് കഷ്ടപ്പെടുത്തിയാലും നീ അതിന് പരിഹാരം ഉണ്ടാക്കി തരണമേ റബ്ബേ. റബ്ബന ഞങ്ങൾ മരിച്ച ഉപ്പാക്കും ഉമ്മാക്കും ആരൊക്കെ മരിച്ചു അവർക്കൊക്കെ പുറത്തു കൊടുക്കണമേ റബ്ബേ. എല്ലാവരുടെ ഖബറും സന്തോഷമാക്കണമേ റബ്ബേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ.